എല്ലാവർക്കും ജെനിയസ് ജംഗ്ഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൗതികശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം, ന്യൂട്ടന്റെ രണ്ടാം നിയമം. ന്യൂട്ടന്റെ രണ്ടാം നിയമം പറയുന്നത് എന്താണെന്നാൽ, ഒരു വസ്തുവിന് ഫോഴ്സ്, ശക്തി നൽകിയാൽ അതിന്റെ ചലനം എങ്ങനെ മാറുന്നു എന്നതാണ്. ഈ നിയമം ഒരു എളുപ്പമായ സമീകരണത്തിൽ പറയാം. ഫോഴ്സ് മാസ് ആക്സിലറേഷൻ, ഫോഴ്സ് മാസ് ആക്സലറേഷൻ അഥവാ FMA. ഇവിടെ F ഫോഴ്സ് ന്യൂട്ടൺ, M മാസ് കിലോഗ്രാം, I ആക്സിലറേഷൻ മീറ്റർ സെക്കൻഡിൽ. ഇനി നോക്കാം, ഞാൻ ഈ ചെറിയ പന്തിനെയും ഈ ഭാരമുള്ള പുസ്തകത്തെയും ഒരേ ശക്തിയോടെ തള്ളുന്നു. ഏതാണ് കൂടുതൽ വേഗത്തിൽ പോകുന്നത്? ശരിയാണ്, ചെറിയ പന്ത് കൂടുതൽ വേഗത്തിൽ പോകുന്നു. അതായത് ഒരേ ഫോഴ്സ് ഉപയോഗിച്ചാൽ കുറച്ച് മാസ് ഉള്ളത് കൂടുതൽ ആക്സിലറേറ്റ് ചെയ്യുന്നു. ഭാരമുള്ള പുസ്തകത്തിന് അത്ര വേഗം കിട്ടില്ല. നമ്മുടെ ചുറ്റുപാടിൽ ഈ നിയമം എവിടെയും കാണാം. ഫുട്ബോൾ കിക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ശക്തിയോടെ കിക്ക് ചെയ്താൽ പന്ത് കൂടുതൽ വേഗത്തിൽ പോകും. കാറിൽ ശക്തമായ എഞ്ചിൻ കൂടുതൽ ഫോഴ്സ് കാർക്ക് കൂടുതൽ ആക്സിലറേഷൻ നൽകും. എന്നാൽ ഭാരമുള്ള കാർക്ക് അതിനേക്കാൾ കൂടുതൽ ഫോഴ്സ് വേണം അതേ ആക്സിലറേഷൻ കിട്ടാൻ. ഒരു ഉദാഹരണം നോക്കാം. നമുക്ക് 2 കിലോ ഭാരമുള്ള ഒരു ബോക്സ് 10 ന്യൂട്ടൺ ശക്തിയോടെ തള്ളുന്നു എങ്കിൽ അതിന്റെ ആക്സിലറേഷൻ എത്ര? M 10 2 5 മസ് 2 M F 2 10 5 മസ് 2. അപ്പോൾ ആ ബോക്സ് 5 മീറ്റർ സെക്കൻഡ് വേഗത്തിൽ ആക്സിലറേറ്റ് ചെയ്യും. ന്യൂട്ടന്റെ രണ്ടാം നിയമം ഫോഴ്സ്, മാസ്, ആക്സിലറേഷൻ എന്നിവ തമ്മിലുള്ള ബന്ധം കാണിക്കുന്നു. കൂടുതൽ ഫോഴ്സ് കൂടുതൽ ആക്സിലറേഷൻ, കൂടുതൽ മാസ് കുറവ് ആക്സിലറേഷൻ, ഒരേ ഫോഴ്സ് നൽകിയാൽ. ഇതാണ് ന്യൂട്ടന്റെ രണ്ടാം നിയമം. ഇനി നിങ്ങൾ പന്ത് എറിയുമ്പോഴും സൈക്കിൾ ഓടിക്കുമ്പോഴും റോക്കറ്റ് പറക്കുമ്പോഴും ഈ നിയമം മനസ്സിൽ വെക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിസിക്സിൽ ഏത് വിഷയം അടുത്തതായി കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് കമന്റ് ചെയ്യൂ.